ഇതും പ്രണയമാണ് പാർട്ട് 2. ഭൈരവൻ ഇരുട്ടുമൂടിയും തന്റെ മുറിയിൽ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. അവന്റെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ മുറിയിലാകമാനം കണ്ണോടിച്ചു. അവളുടെ സാന്നിധ്യം അവൻ അവിടെയെല്ലാം അറിഞ്ഞു. അവൾ തന്നെ നോക്കി ചിരിക്കുന്നതും തനിക്ക് പ്രസാദം തൊട്ടുതരുന്നതുമെല്ലാം. ഭൈരവന്റെ നോട്ടം ചെന്ന് അവസാനിച്ചത് ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന വലിയൊരു ഫോട്ടോയിലായിരുന്നു. അത് ദേവിയുടേതായിരുന്നു. അതിലണയാതെ ഒരു വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. വർഷം 3 കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം നടന്നിട്ടിപ്പോൾ. അന്ന് പരശുരാമനെ വകവരുത്തി ദേവിയുമായി തിരികെ വരും വഴി അപ്രതീക്ഷിതമായിട്ടാണ് പരശുരാമന്റെ മകനായ ദേവസേനും അയാളുടെ മകനായ ജിതിനും കൂടെ കുറച്ച് ഗുണ്ടുകളുമായി ദേവിയും ഭൈരവനും സഞ്ചരിച്ച കാറ് തടഞ്ഞു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ ദേവസേനം പറഞ്ഞു, എന്റെ അച്ഛനെ കൊന്നിട്ട് നീ സുഖിക്കാൻ പോകണടാ, നിന്നെ ഞാനതിന് വെച്ചേക്കില്ല. അയാൾ മുരണ്ടു. കാറിൽ നിന്ന് ദേവി ഭയന്ന് വിറച്ചു. അവൾ ഭൈരവനെ കാറിൽ നിന്നിറങ്ങാൻ അനുവദിച്ചില്ല. അവൾ പറഞ്ഞു, വേണ്ട, നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നില്ല ഇത് ഉചിതമായ സമയമാണെന്ന്. വീട്ടിലേക്ക് പോവാം, വാ, വണ്ടി എടുക്ക്. അവൾ കരഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ദേവിയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കവേ ഗുണ്ടകൾ ഒരുവൻ വണ്ടിയുടെ ഗ്ലാസ് ഇരുമ്പുതലിനോട് ആഞ്ഞടിച്ചു. ആ! ദേവി നിലവിളിച്ചു പോയി. ദേവസേനം പറഞ്ഞു, ഇത്രേ ഉള്ളോ കാലഭൈരവനായിട്ടുള്ള നിന്റെ ആണത്തം? നീ മായാവതിക്ക് ഉണ്ടായത് തന്നെയാണോടാ? അയാൾ അവനെ ചൊടിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചു. അയാളുടെ വർത്തമാനം ഭൈരവനെ കൂടുതൽ ദേഷ്യത്തിലാക്കി. അവൻ ദേവിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ആർക്കാണ് എന്റെ ജനനത്തിൽ സംശയമുള്ളത്? അങ്ങനെയുള്ളവൻ എന്റെ മുന്നിലേക്ക് വാടാ, നിന്റെയൊക്കെ കഴപ്പ് ഞാൻ മാറ്റിത്തരാം, അവൻ പറഞ്ഞു. ഭൈരവന്റെ വെല്ലുവിളിയിൽ ദേവസേന ഒന്ന് ഭയന്നുവെങ്കിലും അയാൾ ഗുണ്ടകളെ മുന്നിലേക്ക് അയച്ചു. ഭൈരവൻ നിമിഷ നേരം കൊണ്ട് ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കി. ദേവസേന്റെ മകനായ ജിതിനൊരു ഇരുമ്പുതണ്ടുമായി ഓടി വന്നു. ഇതേ സമയം കാറിലിരിക്കുന്ന ദേവി സുരക്ഷിതയാണോ എന്ന് നോക്കിയെന്ന ഭൈരവന്റെ തലക്കാണ് അടിയിട്ടിയത്. ഭൈരവ! ദേവി നിലവിളിച്ചു പോയി. അവൾ കാറിൽ നിന്നിറങ്ങാൻ ഭാവിച്ചപ്പോൾ ഗുണ്ടകൾ ദേവി അതിന് അനുവദിച്ചില്ല. അവൾ നിസ്സഹായായി കരഞ്ഞു. ഈ സമയം കൊണ്ട് തന്നെ ദേവസേനൻ ദേവി ഇരിക്കുന്ന കാറിൽ പെട്രോൾ നിറച്ച കുപ്പികൾ എറിഞ്ഞിരുന്നു. ഭൈരവന്റെ തലയിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അവന്റെ ബോധം മറയുകയായിരുന്നു. അവൻ ദേവിയുടെ നിലവിളി കേട്ടു. ഭൈരവന് തന്റെ കാഴ്ച മറയുന്ന പോലെ തോന്നി. എന്നാൽ പോലും അവൻ വേച്ച് അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു. ഇത് കണ്ട ദേവസേനൻ കത്തിയാൽ ഭൈരവനെ കുത്തി. ഭൈരവൻ റോഡിലേക്ക് വീണുപോയി. ഇരുവശത്തും നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നത്. അവിടെ അകപ്പെട്ടു പോയാൽ തിരിച്ചു വരുന്ന കാര്യം അസാധ്യമായിരുന്നു. ദേവസേനം പറഞ്ഞു, കാത്തികളാ, ഇവൾ ഒരുത്തി എന്റെ അച്ഛനെ കൂടെ അടുത്തുനിന്ന് ഇല്ലാതാക്കിയത്, അയാൾ പകയോടെ പറഞ്ഞു. ജിതിനാണ് തീ കത്തിച്ചെറിഞ്ഞത്. ദേവി അലറി വിളിച്ചു. ദേവിയുടെ വിളി കാതിൽ മുഴങ്ങിയതും ഭൈരവൻ കണ്ണുറന്നുമില്ല എണീറ്റ് നടക്കാൻ തുടങ്ങി. തീ കത്തിക്കൊണ്ടിരിക്കുന്ന കാറ് ഗുണ്ടകൾ തള്ളി താഴ്വരയിലേക്ക് ഇട്ടു. താഴ്വാരത്തിന്റെ അടിത്തട്ടിലെത്തിയതും കത്തിക്കൊണ്ടിരുന്ന കാറ് പൊട്ടിത്തെറിക്കാണ് ഉണ്ടായത്. ദേവസേനൻ പകയോടെ ചിരിച്ചു. ദേവി! ഭൈരവൻ വിളിച്ചു. അവൻ ആ താഴ്വാരം നോക്കി ഓടി. ദേവസേന അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്ത് കരുതിയടാ? ഞങ്ങളുടെ അച്ഛനെ കൊന്നിട്ട് നിനക്ക് ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെടാന്നോ? അയാൾ വിജയഭാവത്തിൽ ചിരിച്ചു. കരികയറിയ ഭൈരവൻ കയ്യിൽ നിന്ന് ഇരുപതെടുത്ത് അയാളുടെ തലക്ക് ആഞ്ഞടിച്ചു. രക്തം ചീറ്റിയാൾ സ്പോട്ടിൽ മരിച്ചു വീണു. ഇത് കണ്ട് ജിതിൻ ഓടാൻ നോക്കിയതും അവിടെ കിടന്നിരുന്ന ഒരു കുപ്പിയെടുത്ത് അവന്റെ തലയിൽ ഒരു ഏറ് വെച്ചു കൊടുത്തു. ശേഷം കയ്യിലും തെണ്ടുകൊണ്ട് അവൻ അടിച്ചു. അവൻ പ്രാണന് വേണ്ടി കേഴുകയായിരുന്നു ഭൈരവന്റെ മുമ്പിൽ. ഭൈരവൻ പറഞ്ഞു, ആ വണ്ടിയിൽ ആരായിരുന്നെന്ന് അറിയണോ നിനക്കൊക്കെ? എന്റെ ജീവനായിരുന്നു, എന്റെ ദേവി. അതും പറഞ്ഞുകൊണ്ട് അവന്റെ തലയിൽ ആഞ്ഞടിച്ചു. ജിതിന്റെ കാതടുപ്പിക്കുന്ന ശബ്ദമാണ് പിന്നീട് കേട്ടത്. അപ്പോഴേക്കും ഭൈരവന് ഒരുപാട് രക്തം നഷ്ടമായിരുന്നു. അവനവിടെ ബോധരഹിതനായി വീണു. നീണ്ട 1 മാസത്തിന് ശേഷമാണ് കോമയിൽ നിന്നും ഭൈരവൻ ഉണർന്നത്. ദേവി! അവൻ അലറി വിളിച്ചുകൊണ്ട് കട്ടിൽ നിന്നും ചാടി എണീറ്റു. അവന്റെ അലർച്ച മാളിയേക്കൽ തറവാടിനെ ഒന്ന് കുലുക്കി. അന്ന് നടന്ന സംഭവത്തിൽ ഭൈരവനെ മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത്. ദേവിയുടെ ശരീരം കൂടി കിട്ടിയില്ല. ഈ ഒരു മരണവാർത്ത ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച് മോഹിനിയായിരുന്നു. അവൾക്ക് പാളിപ്പോയ തന്റെ ശ്രമങ്ങൾ വീണ്ടെടുക്കാനുള്ള സുവർണാവസരമായി ഇതിനെ കണ്ടു. ഭൈരവൻ എല്ലാം മറക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു. എന്നാൽ അവനെ അവളുടെ ഓർമ്മകൾ കൂടുതൽ വേദനയിൽ ആഴ്ത്തുകയാണ് ഉണ്ടായത്. ഭൈരവൻ വിഷാദരോഗിയായി മാറി. പിന്നീട് ഡോക്ടർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ അവന് നിർദ്ദേശിച്ചു. എങ്കിലും ആദ്യം അവൻ വിസമ്മതിച്ചു. പിന്നീട് അവൻ മെഡിസിൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, സി മിസ്റ്റർ ഭൈരവൻ, നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. താങ്കൾ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്നും കുറച്ചെങ്കിലും ഒരു റിലീഫ് കിട്ടും. ഭൈരവൻ അത് ശരിയാണെന്ന് തോന്നി. 1 വർഷത്തിന് ശേഷമാണ് അവൻ തന്റെ ഫാക്ടറിയിലേക്ക് പോയത്. പിന്നീടുള്ള ദിനരാത്രങ്ങളെല്ലാം തന്നെയും കമ്പനിയെ മുന്നിൽ കൊണ്ടുവരുന്നതിലായിരുന്നു. അവൻ അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഇപ്പോൾ 12 രാജ്യങ്ങളുമായി മീറ്റ് എക്സ്പോർട്ടിംഗ് നടത്തുന്നുണ്ട്. ഭൈരവൻ മെഡിസിൻ ഉപയോഗിക്കാത്ത ദിവസം അവനെ കൊണ്ട് അന്നേ ദിവസം കഴിഞ്ഞു പോകാൻ പ്രയാസമായിരുന്നു. ആ ദിവസങ്ങളെല്ലാം തന്നെയും അവൻ മുറിയടച്ചിരിപ്പാണ്. മുറിയിൽ നിന്ന് വരുന്ന നിലവിളികൾ ഇപ്പോൾ അവിടെയുള്ളവർക്ക് പരിചിതമാണ്. മദ്യക്കുപ്പികളുമായി മുറിയിലേക്ക് കയറിപ്പോകും.
മധ്യലഹരിയിൽ അവളെക്കുറിച്ച് ഓരോന്ന് പുലമ്പിക്കൊണ്ട് അവൻ തറയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ഫാക്ടറിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവൻ. മുറിയിലേക്ക് വന്ന മാനേജറായ ഹേമന്ത് പറഞ്ഞു, സർ, നമുക്ക് 25-ാം തീയതി വേൾഡ് വൈഡ് ക്ലയന്റിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ നമ്മുടെ എല്ലാ ക്ലയൻസും വരുന്നുണ്ട്. അമരന്ത ഇന്റർനാഷണൽ പാർക്കിൽ വെച്ചിട്ടാണ് അത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. സാർ ആ പ്രോഗ്രാം ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മുടെ ക്ലയൻസിനൊക്കെ കാണുകൂടി ചെയ്യാം. ഇതുവരെ ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് അവർ പരിചയം. ഭൈരവനൊന്ന് മൂള് മാത്രം ചെയ്തു. ഭൈരവൻ ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ദേവിയുടെ ഫോട്ടോയുടെ മുമ്പിൽ പോയി 2 മിനിറ്റ് നിൽക്കും. അതിപ്പോൾ അവന് പതിവാണ്. ഭൈരവന് ഹേമന്ത് ഫാക്ടറിയിലേക്ക് പോയ ശേഷമാണ് മോഹിനി അവന്റെ മുറി വൃത്തിയാക്കാനായി അവിടേക്ക് പോയത്. മുറിയിലെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. തറയിൽ ചില്ലുകൾ കിടന്നിരുന്നു. ദേവിയുടെ ഫോട്ടോ കിടന്നിരുന്ന സ്ഥലത്ത് കുറച്ച് രക്തമുണ്ടായിരുന്നു. അവൾ ആ ഫോട്ടോ എടുത്ത് പരിശോധിച്ചു. അതിലവൻ രക്തത്തോടെ അവളുടെ ഫോട്ടോയെ സ്പർശിച്ചതായി തോന്നി. മോഹിനി പറഞ്ഞു, ഈ കരുത്തുറ്റ മൃഗത്തെ എന്റെ വരുതിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എടി ദേവി, ഞാനൊന്നും മറന്നിട്ടില്ല. നീ എന്റെ കരണത്തടിച്ചത്. എന്റെ ഭൈരവൻ ചേട്ടന്റെ കൂടെ ജീവിക്കാന്ന് കരുതിയവളല്ലേ നീ? ഇപ്പൊ എന്ത് പറ്റി? അതാ ഈ മോഹിനിയുടെ ശാപം. അതടിയോടെ പിഴുതെറിയും. അവൾ അത് പറഞ്ഞുകൊണ്ട് പകയോടെ ചിരിച്ചു. ഓഫീസ് കാര്യങ്ങളിൽ മുഴുകിയിരിക്കായിരുന്നു ഭൈരവൻ. അപ്പോഴാണ് ദേവിയുടെ ചെറിയച്ഛൻ വന്നത്. ഭൈരവ, എനിക്ക് ചിലത് നിന്നോട് പറയാനുണ്ട്. വർഷമൊന്ന് കഴിഞ്ഞു. ദേവിമോളുടെ ശരീരം പോലും നമുക്ക് കണ്ടെത്താനായിട്ടില്ല. അവളുടെ ആത്മാവ് അരയുക. എന്റെ കുട്ടിക്ക് മോക്ഷം കൊടുക്കണം. അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഭൈരവൻ പറഞ്ഞു, ദേവിയൊന്നും എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. എൻ്റെ കൂടെ അവിടെ സാന്നിധ്യമുണ്ട്. ഞാനത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതും പറഞ്ഞ് ടേബിളിൽ നിന്ന് അവളുടെ ഫോട്ടോയിൽ അവൻ തലോടിക്കൊണ്ടിരുന്നു. മൈലുകൾക്കകലെ ന്യൂയോർക്കിൽ കൊട്ടാരം പോലൊരു വീട്. അത് ബിസിനസ് മാഗ്നറ്റും ഡോക്ടർ കൂടിയായ ഗൗതം മേനോന്റെ ആയിരുന്നു. അയാൾ തന്റെ ലോണിലിരുന്ന് കോഫി ഇടിക്കുകയായിരുന്നു. അപ്പോഴാണ് സെർവന്റുമാരിൽ ഒരാളായ മാഗി എന്ന് പറഞ്ഞു, മിസ്റ്റർ ഗൗതം, മാഡം ഈസ് നോട്ട് വെൽ, പ്ലീസ് ചെക്ക് ഹിയർ. ഗൗതം പറഞ്ഞു, ഐ വിൽ മാനേജ്, യു ക്യാൻ ഗോ. അതും പറഞ്ഞ അയാൾ ദേവിയുടെ മുറിയിലേക്ക് പോയി. അവിടെ ദേവി കട്ടിൽ കിടന്ന് പുളയുകയാണ്. ഗൗതം ഒരു സെഡേഷനുമായി ചെന്ന് അവളെ ഇഞ്ചക്ട് ചെയ്തു. അവൾ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അവളെയും നോക്കിക്കൊണ്ട് അവൻ കൗശലിരുന്നു. അവന്റെ ഓർമ്മകൾ 3 വർഷം പിന്നിലേക്ക് പോയി. ഗൗതം മേനോനും ഭാര്യയായ വേദികയും നല്ലൊരു ദാമ്പത്യം നയിച്ച ജോഡികളായിരുന്നു. എന്നാൽ വേദികയുടെ പെട്ടെന്നുള്ള മരണം ഗൗതമിനെ പാടെ വിളിച്ചു. അയാൾക്ക് ബിസിനസ്സിൽ ശ്രദ്ധയിലെത്താനോ തന്റെ ക്ലിനിക്കിൽ പോവാനോ ഒന്നിനും കഴിഞ്ഞില്ല. നാട്ടിൽ വന്ന് അമ്പലദർശനം നടത്തി മടങ്ങിയവയാണ് ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഒരു പെണ്ണ് തന്നെ വണ്ടിക്കുമ്പിൽ കൈ കാണിക്കുന്നത്. മറ്റു ചിന്തകളായിരുന്ന ഗൗതം വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടുവെങ്കിലും വണ്ടി അവളെ തട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റിലാണ് ദേവിയുടെ ഓർമ്മ നഷ്ടമായത്. അവളെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ ഗൗതമിനായില്ല. കാരണം അവളുടെ നിഷ്കളങ്കമായ മുഖം അവന് വേദികയുടെ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിച്ചു. തന്റെ നാട്ടിലുള്ള ക്ലിനിക്കിൽ വെച്ചാണ് ദേവിക്ക് ട്രീറ്റ്മെന്റ് നൽകിയത്. തലക്കൊരു മുറിവുണ്ടായിരുന്നു. ഏറെ കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അവൾ കണ്ണു തുറന്ന്. ഗൗതം അന്ന് ഏറെ സന്തോഷിച്ചു. കണ്ണു തുറന്ന ദേവി അവനോട് ചോദിച്ചു, നിങ്ങളാരാ, എന്റെ ഭർത്താവാണോ എന്നാണ്. ഗൗതം ആ ചോദ്യം പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അവനതിന് മറുപടി പറഞ്ഞില്ല. അവന് ബോധ്യമായി അവളുടെ ഓർമ്മകൾ നഷ്ടമായി എന്ന്. വേദിക പോയ ദുഃഖത്തിൽ കഴിഞ്ഞ ഗൗതമിന് ഈശ്വരൻ നൽകിയതാണ് ഇവളെ എന്ന് അയാൾ കരുതി. കാരണം അത്രയ്ക്കും സാമ്യമായിരുന്നു വേദികയും ദേവിയും തമ്മിൽ. തന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ദേവിയെ വേദിക എന്ന വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അവളെ തിരക്കി ആരും വരുതെന്ന് അവന്റെ സ്വാർത്ഥ മനസ്സ് ആഗ്രഹിച്ചു. പലപ്പോഴും ദേവി ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോൾ അവൾ ഭൈരവൻ എന്ന പേര് പറയുന്ന ഗൗതം കേൾക്കുമായിരുന്നു. ഭൈരവൻ അവിടെ ആരെല്ലാമോ ആണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവളുടെ ഉപബോധ മനസ്സ് പറഞ്ഞ പേര് ഒരിക്കൽ പോലും ഗൗതം അവളോട് പറഞ്ഞിരുന്നില്ല. ഉറക്കത്തിൽ നിന്ന് നീറ്റ് വന്ന ദേവി ഗൗതമിനോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് ഗൗതം. ഏയ്, ഗുഡ് മോർണിംഗ്. ചെറു ചിരിയോടെ ഗൗതം പറഞ്ഞു. ആ വേദിക, ഐ വാണ്ട് ടു സേ സംതിങ്. നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട്, ഒരു ഗെറ്റ് ടുഗദർ പോലെ. ഗൗതം പറഞ്ഞു നിർത്തി. ഞാൻ വരുന്നില്ല ഗൗതം, എനിക്ക് ഇവിടെ നിന്നാ മതി. ഞാൻ ഇവിടെ ഓക്കെയാണ്. ഗൗതം പോയിട്ട് വരൂ. അവൾ പറഞ്ഞു. നോ നോ നോ, വേദിക വരണം. ബിക്കോസ് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് ആണ്. ഗൗതം പറഞ്ഞു. ദേവിയുമായി ഗൗതം ഇന്ത്യയിലേക്ക് പറഞ്ഞു. ഈവനിങ് ആയിരുന്നു മീറ്റിംഗ്. ഗൗതമിന്റെ കേരളത്തിലുള്ള ലക്ഷറി വില്ലയിലേക്കാണ് അവർ പോയത്. ദേവി അവിടേക്ക് ചുറ്റിക്കാണുകയായിരുന്നു. ദേവി പറഞ്ഞു, ഗൗതം, മീറ്റിങ്ങിന് ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ? എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ഷോപ്പിങ്ങിന് പോയാലെന്ന് ആലോചിക്കുന്നത്. അവൾ പറഞ്ഞു. അവന്റെ മറുപടിക്കായി കാത്തു നിന്നു. ഗൗതം പറഞ്ഞു, നോ ദേവിക, ഐ ഓൾറെഡി സെഡ് ദാറ്റ് ദിസ് മീറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ, സോ പ്ലീസ് കോപ്പറേറ്റ്. ദേവിക്ക് മറ്റൊന്നും പറയാൻ കഴിഞ്ഞില്ല. മീറ്റിംഗിലെല്ലാവരും ബ്ലാക്ക് കളർ അറ്റാറാണ് ധരിച്ചിരുന്നത്. മാളിയക്കൽ തറവാട്ടിൽ ഹേമന്ത് വാസിൽ നോയിക്കൊണ്ട് കാത്തിരിപ്പുണ്ടായിരുന്നു ഭൈരവനെ. ദേവിയുടെ മരണശേഷം ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന് പോക്ക് ഇത് ആദ്യമായിരുന്നു. അവൻ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബ്ലേസറും പാന്റുമാണ് വേഷം. അവൻ തന്റെ കോലമുടി ഒതുക്കി ചീവി കുടുമി ഇട്ടി വെച്ചു. തന്റെ സിൽവർ ഇയറിങ് അപ്പോഴും തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ ദേവിയുടെ ഫോട്ടോക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ചു. എന്നാൽ അത് കാറ്റുകൊണ്ട് അണഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഭൈരവൻ വീണ്ടും കത്തിച്ചു. പക്ഷേ അത് വീണ്ടും അണയുകയാണ് ചെയ്ത്. സർ, നേരം വൈകുന്നു. യാ ഐ നോ, ലെറ്റ്സ് മൂവ്. അവൻ പറഞ്ഞു. അവന്റെ മനസ്സിലൊരു പിടപ്പുണ്ടായി. എന്നിരുന്നാൽ അവൻ മീറ്റിങ്ങിന് വേണ്ടി പോയി.
വണ്ടി അമ്രാന്ത പാർക്കിംഗിൽ ചെന്ന് നിന്നു. ഒരുപാട് ക്ലയൻസ് വന്നിരുന്നു. ഒരു ഡ്രിങ്ക് കയ്യിലെടുത്തുകൊണ്ട് അവിടെ കണ്ട മറ്റ് ക്ലയൻസിനോട് സംസാരിക്കുകയായിരുന്നു ഭൈരവൻ. എല്ലാവർക്കും ഭൈരവനിൽ നിന്ന് അറിയേണ്ടിയിരുന്നത് എങ്ങനെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും സക്സസ് കൈവരിക്കാനായി എന്നതാണ്. ഭൈരവൻ എല്ലാവരോടും വളരെ ജെന്റിലായി സംസാരിച്ചു. പാർട്ടി കണ്ടക്ട് ചെയ്ത ലേഡി മൈക്കിൽ കൂടി പറഞ്ഞു, ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവർ വെയിറ്റിംഗ് ഈസ് ഓവർ. ഹിയർ ഈസ് ദാറ്റ് ലവ്ലി കപ്പിൾ മിസ്റ്റർ ഗൗതം മേനോൻ ആൻഡ് ഹിസ് ബ്യൂട്ടിഫുൾ വൈഫ് വേദിക മേനോൻ. പാർട്ടിയിലുണ്ടായിരുന്നവർ ഒന്നടങ്കം കൈയടിച്ചു. ദേവി ഗൗതമിന്റെ കൈ പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നു. ഭൈരവൻ അവരെ തിരിഞ്ഞു നോക്കാൻ നേരമാണ് അവനൊരു കോള് വന്നു. ജയിലിൽ നിന്നായിരുന്നു. ഭൈരവൻ ഭയത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അവൻ പറഞ്ഞു. സർ, അമ്മയ്ക്ക് ചെറിയ തലകറക്കുണ്ടായി, ഇപ്പൊ പേടിക്കേണ്ടിയില്ല. ജയിൽ വാർഡൻ പറഞ്ഞു. ഞാൻ അതാ വരുന്നു, എനിക്ക് അമ്മയൊന്ന് കാണണം. അവൻ നെറ്റിയിലൂടെ ഒഴികെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. തിരികെ വന്ന് ഹേമന്തിനെ കൂട്ടാൻ ചെന്നപ്പോഴാണ് ഭൈരവൻ പെട്ടെന്ന് എന്തോ കണ്ടപോലെ സ്റ്റെക്കായി നിന്ന്. അന്നേരം ഒരു സുഖമുള്ള തെന്നൽ അവനെ തഴുകി കടന്നുപോയി. ഭൈരവൻ തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകൾ വികസിച്ചു. അവന്റെ ശരീരം വിറവുകൊണ്ടുപോയി. അവന് തലകറങ്ങുന്ന പോലെ തോന്നി. അവന്റെ അധരം ഒഴിഞ്ഞു. ദേവി. ഭൈരവന്റെ കാതിൽ ശക്തമായി മൂളൽ കേട്ടുകൊണ്ടിരുന്നു. ഭൈരവൻ തലയിൽ കൈവച്ചുകൊണ്ട് അവിടെ ബോധരഹിതനായി വീണുപോയി. ഹേമന്ത് ഭൈരവനെ കുലുക്കി വിളിച്ചുകൊണ്ട് നിന്നു. ഭൈരവനിൽ നിന്ന് യാതൊരു ചലനവും ഉണ്ടായില്ല. അപ്പോഴാണ് ആ കൂട്ടം ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ ഗൗതമും ദേവി അങ്ങോട്ട് വന്ന്, ഏയ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ, പ്ലീസ് മൂവ്. ഗൗതം കൂടി നേരം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഗൗതം ഭൈരവന് വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ നൽകി. ബോധം വന്നപ്പോൾ തന്നെ പകപ്പോടെ നോക്കിയിരിക്കുന്ന ദേവിയാണ് അവൻ കണ്ടത്. അവൻ മെല്ലെ വിളിച്ചു, ദേവി, എന്റെ ദേവി, നീയാണോ ഇത്? അതും പറഞ്ഞ് അവരുടെ മുഖത്ത് കൈവച്ചു. ദേവി അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഞൊടിയിടയിൽ കുതിറി മാറി ഗൗതമിന്റെ പിന്നിൽ നിന്നു. ഗൗതം ഭൈരവനോട് ചോദിച്ചു, അറിയോ ഓക്കെ മിസ്റ്റർ? ഭൈരവ മെല്ലെ തലകുലുക്കി. ഗൗതമനെ പരിചയപ്പെട്ടു. ഹായ്, ഐ ആം ഗൗതം എന്നാണ്. അതും പറഞ്ഞ് അവൻ ഷേക്കാനായി കൈ നീട്ടി. ഭൈരവൻ പറഞ്ഞു, ഐ ആം ഭൈരവൻ, ഭൈരവൻ മാളിയേക്കൽ. ഭൈരവന്റെ പേരേട്ടതും ഗൗതമിന്റെ മുഖം മ്ലാനമായി. അവൻ യന്ത്രം കണക്കെയാണ് അവന് കൈ നൽകിയത്. ഗൗതം മനസ്സിലാക്കിയിരുന്നു. ഇടയ്ക്ക് വേദിയൊക്കെ അവളുടെ അബോധാവസ്ഥയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ അവൾ പറഞ്ഞിരുന്നു ഭൈരവൻ എന്ന പേര് മാത്രമായിരുന്നു. അത്രമേൽ ആഴത്തിൽ പതിപ്പിച്ച ഒരു പേരാണ് ഭൈരവൻ. എന്നാൽ തന്റെ അബോധാവസ്ഥയിൽ താൻ ഈ പേര് പറഞ്ഞിരുന്നെന്ന് ദേവി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഗൗതം വിളറി വെളുത്തു നിന്നു. ഭൈരവന്റെ കണ്ണുകൾ ഗൗതമിന്റെ പുറകിൽ നിൽക്കുന്ന ദേവിയിലായിരുന്നു. അവന് അത്ഭുതവും അതിശയവും തോന്നിപ്പോയി. കാരണം 3 കൊല്ലത്തിനു മുമ്പ് തന്റെ നിഴലായി നടന്ന പെണ്ണാണ് ഇപ്പോൾ തന്നെ അത് ഇത്രയും നാൾ കഴിഞ്ഞ് കണ്ടിട്ട് ഒരു ഭാവ്യത്യാസവുമില്ലാതെ നിൽക്കുന്നത്. ഭൈരവൻ സംശയത്തോട് ഗൗതമിനോട് ചോദിച്ചു, ആരാ ഇത്? ഗൗതം മറുപടി നൽകി, സോറി, ഐ ഫോർഗോട്ട്, ഷീ ഈസ് മൈ വൈഫ് വേദിക മേനോൻ. അവൻ അതും പറഞ്ഞ് ദേവിയെ ചേർത്ത് പിടിച്ചു. ഭൈരവനെ ഒന്നും മനസ്സിലാവാൻ നിന്നു. അവൻ ചോദിച്ചു, സോറി, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്, നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഗൗതം എന്ന് വിളിയെങ്കിലും അവൻ പറഞ്ഞു, ഓൾമോസ്റ്റ് 10 years. അതും പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി. തിരിഞ്ഞടക്കുമ്പോഴും അവൻ തിരിഞ്ഞ് ദേവിയെ നോക്കി. അവള് അവനെ നോക്കി മിഴിച്ച് നിന്നു. ഗൗതം അവളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവളെ മറ്റിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും മടങ്ങിയെങ്കിലും ഭൈരവന് മനസ്സിലായി അവൾ തന്റെ ദേവി തന്നെയാണെന്നുള്ളത്. എന്നിരുന്നാലും അവന് തന്റെ സംശയം ഉറപ്പിക്കണമായിരുന്നു. ഭൈരവൻ ജയിലിൽ കഴിയുന്ന അമ്മയെ കാണാൻ ചെന്നു. മായാവതി ക്ഷീണിതയായിരുന്നു. ഓനെ ആറ് വിളിച്ചു, അമ്മേ, എനിക്ക് അമ്മയുടെ അടുത്തൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ കണ്ടു അമ്മ എന്റെ ദേവിയെ. അത് പറയുമ്പോൾ ഭൈരവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മായാവതി ഞെട്ടിത്തരിച്ചു പോയി. എവിടെ വെച്ച്? ഓനെ, നീ അവളെ മറന്നില്ലേ? അവളെ നമുക്ക് നഷ്ടമായ കാര്യം നീ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അമ്മ ചോദിച്ചു. അമ്മേന്റെ ദൈവം മരിച്ചിട്ടില്ല, അവളെ ഞാൻ കണ്ടു. ഞാൻ ഈ അമ്മയെ കാണാൻ വരുമ്പോ അവൾ എന്റെ കൂടെ ഉണ്ടാവും. അതും പറഞ്ഞ് അമ്മയെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ ശേഷം അവനോടൊന്നും പോയി. മീറ്റിംഗ് കഴിഞ്ഞു വന്ന ദേവി കോർട്ട്യാർഡിൽ ഇരിക്കുകയായിരുന്നു. വലിയൊരു ബുദ്ധന്റെ ശില്പം ഉണ്ടായിരുന്നു. ദേവിക്ക് അവിടെ ഇരുന്നപ്പോൾ മനസ്സിനൽപ്പം ആശ്വാസം കിട്ടിയ പോലെ തോന്നി. ദേവി നിലാവിനെ നോക്കിയിരുന്നു. അവളെ തിരഞ്ഞു വന്ന ഗൗതം കണ്ടത് മുടി അഴിച്ചിട്ട് നിലാവിനെ പോലെ അസൂയപ്പെടുത്തുന്ന വിധത്തിൽ ഇരിക്കുന്നവളെയാണ്. ഒരു നിമിഷം അവളെ ഒന്ന് നെഞ്ചോടണക്കാൻ ഗൗതമിന്റെ ഹൃദയം വെമ്പൽ കൊണ്ട് നിന്നു. അവൻ വിളിച്ചു, വേദിക, എന്തിരിപ്പായത്? ഉറങ്ങുന്നില്ലേ? നമുക്ക് പോകണ്ടേ നാളെ? വന്നുറങ്ങും. അവൻ പറഞ്ഞു. ദേവി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. അവൾ പറഞ്ഞു, ഗൗതം, നമുക്കുടനെ പോകേണ്ടതായിട്ടുണ്ടോ? എനിക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഗൗതം പറഞ്ഞ പോലെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, അതുപോലെ എൻ്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തന്നൂടെ? ഭൈരവനെ കണ്ടതിന് ശേഷം ഗൗതമിന്റെ മനസ്സ് ആർത്തിരമ്പുന്ന കടല് പോലെയായിരുന്നു. അവന്റെ മനസ്സ് പറഞ്ഞു, ഇനി വേദിക ഭൈരവന്റെ പെണ്ണാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ കൂടിയും അവൻ അവളെയും കൊണ്ട് എത്രയും വേഗം മടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്താൻ അവന്റെ സ്വാർത്ഥമായ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അവൾ ആദ്യമായിട്ട് അവനോട് ആവശ്യപ്പെട്ട കാര്യം നിരസിക്കാനും അവനായില്ല. പിറ്റേന്ന് ദേവി ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തുപോയി. ഗൗതം കൂടെ ഉണ്ടായിരുന്നു. ദേവിയുടെ മനസ്സൊന്ന് ഓക്കെയായി വരികയായിരുന്നു. അവൾ ഡ്രസ്സ് എടുത്ത് ട്രയൽ റൂമിൽ കയറി. ഗൗതം ജെൻ സെക്ഷൻ നോക്കിയായിരുന്നു. ട്രയൽ റൂമിൽ ദേവിയെ തള്ളിക്കയറ്റിക്കൊണ്ട് മറ്റൊരാൾ കൂടി കയറി വാതിൽ കുറ്റിയിട്ടു.
ശരവേഗത്തിൽ സംഭവിച്ചതായതുകൊണ്ട് ദേവി ഞെട്ടി നിന്നു. അവൾ ഒച്ച വെക്കാൻ തുടങ്ങിയവേ ഭൈരവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് അവിടെ വായ പൊത്തിപ്പിടിച്ചു. അവൻ അവിടെ പിടക്കുന്ന മിഴികളെ നോയിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഉദ്ദേശം നിന്നെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് നീ ആരാണെന്നുള്ള വസ്തുത മനസ്സിലാക്കി തരാനാണ്. ദേവി അവന്റെ കൈ വായിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ പോകുന്ന നല്ലത്. അവളുടെ ചുണ്ടുകൾ വിറവുകൊണ്ട് പോയി. ഭൈരവൻ അവളുടെ അടുത്തേക്ക് പോയി. ദേവി ഭിത്തിയിൽ ചാരി നിന്നു. അവൻ തന്റെ ചൂണ്ടുവിരലും നടുക്കത്തെ വിരലും നീട്ടിക്കൊണ്ട് അവളുടെ നഗ്നമായ വയറിലൊന്ന് കുത്തി. ദേവി പൊള്ളിപ്പിടഞ്ഞു പോയി. അവൾ അവന്റെ മുഖത്ത് നോക്കാൻ തന്നെ പാടുപെട്ടു. അവളുടെ ഹൃദയമിടിപ്പിന്റെ താളം ഭൈരവനെ കേൾക്കാമായിരുന്നു. അവൻ മെല്ലെ തന്റെ ഷർട്ട് വലിച്ചുറന്നു. ശേഷം അവന്റെ മുതുക അവൾക്കായി കാണിച്ചു കൊടുത്തു. അവൾ നോക്കിയപ്പോൾ അവിടെ വലിയൊരു പൊള്ളലേറ്റ പാടുണ്ടായിരുന്നു. ഭൈരവൻ പറഞ്ഞു, ഇതുപോലൊരു പാട് നിന്റെ മുതുകിലുണ്ട്. അതെനിക്ക് നോക്കാൻ നിന്റെ കൂടി അനുവാദം ആവശ്യമില്ല. കാരണം നീ ഭൈരവന്റെ പെണ്ണാ. ഞാൻ 20 കൊല്ലം കാത്തിരുന്ന എന്റെ കയ്യിൽ വന്നു ചേർന്ന സ്വത്ത്. പക്ഷേ ഞാൻ നിന്റെ അടുത്ത് പരപ്രയോഗം നടത്താനോ നിന്റെ അനുവാദമില്ലാതെ നിന്നെ സ്പർശിക്കാനോ ആഗ്രഹിക്കുന്നില്ല. നീ തന്നെ നോക്കിക്കോളൂ. പക്ഷേ ഒന്നെന്റെ ദൈവം മനസ്സിലാക്കണം, നീ ഇപ്പോൾ ജീവിക്കുന്ന ഒരു സ്വപ്നലോകത്തിലാ. അതുടഞ്ഞ് വീഴാൻ ചിലപ്പോൾ നിമിഷ നേരം മതി. അന്നെൻ്റെ അടുത്തേക്ക് മടങ്ങാൻ മടിക്കരുത്. ഞാൻ ഭൈരവനാണ് ദേവി, കാലഭൈരവൻ. ഈ ഭൈരവൻ ഒരു പെണ്ണിന്റെ പുറകെ മാത്രമേ പോയിട്ടുള്ളൂ. അത് നീയാണ്. അതും പറഞ്ഞ് അവൻ ട്രയൽ റൂം വിട്ട് പുറത്തേക്ക് പോയി. അന്ന് വീണ്ടും ഭൈരവന്റെ ചങ്ക് തകർന്നിരുന്നു. അവന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ദേവി ട്രയൽ റൂമിൽ ചാരിന്ന് കരഞ്ഞു. അവൾക്കറിയില്ലായിരുന്നു തനിക്ക് ചുറ്റും എന്താണ് ഈ നടക്കുന്നതെന്ന്. അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് എണീറ്റ് നിന്നു. അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. കാരണം തന്റെ മുന്നിൽ വന്നിന്ന് സംസാരിച്ചിട്ട് പോയ മനുഷ്യനെ താൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അയാൾക്ക് താൻ മൂടിവെച്ച ആ ഒരു രഹസ്യം അറിയാൻ സാധിച്ചു? അയാൾ വരുമ്പോൾ മാത്രം എന്താണ് തന്റെ ഹൃദയം ഇത്രമേൽ മിടിക്കുന്നത്? അവൾ കണ്ണാടിയിലൂടെ തന്റെ മുതുകിലെ പാട് നോക്കി ഒരു നിമിഷം നിന്നുപോയി. ഇരുകവളിലൂടെയും മൂർന്നിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളെടുത്ത ഡ്രസ്സുകളുമായി പുറത്തേക്ക് പോയി. എന്നോ വേദിക, ഒന്നും ഇഷ്ടമായില്ലേ? സൗമ്യമായി ഗൗതം ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് വേണ്ട, എനിക്കൊരു തലവേദന പോലെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൾ ധൃതി കൂട്ടി. ജനസെക്ഷൻ നോക്കിക്കൊണ്ടിരുന്ന ഗൗതം പറഞ്ഞു, യാ ലെറ്റ്സ് ഗോ. വീട്ടിലെത്തിയതും അവൾ തന്റെ റൂമിൽ കയറി വാതിലടച്ചു. അവളുടെ പ്രവൃത്തി ഗൗതമിൽ പരിഭ്രാന്തി ഉണർത്തി. അവൻ അവിടെ വാതിൽ മുട്ടാൻ ചെന്നെങ്കിലും അതിനവൻ മുതിർന്നില്ല. ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ ചെന്നിന്ന് പ്രാർത്ഥിച്ചു, എന്തൊക്കെയാ ഭഗവാനെ എൻ്റെ ഈ ജീവിതത്തിൽ നടക്കുന്നത്? എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഗൗതം മറ്റൊരാൾ പറയുന്നു ഞാൻ അയാളുടെ ഭാര്യയാണെന്ന്. ഞാനിതിൽ ഏത് വിശ്വസിക്കും? എൻ്റെ ഭഗവാനെ, നീ എനിക്ക് ശരിയായ പാത കാണിച്ചു തരണമേ. അവൾ കണ്ണുകൾ ഇറനണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി നല്ല ഇടിയോടുകൂടി മഴ പെയ്തു തിമിർക്കുകയായിരുന്നു. ഭൈരവൻ അമിതമായി മദ്യപിച്ച് തിരികെ വീട്ടിലേക്ക് വന്നു. അവൻ തന്റെ മുറി തുറന്നപ്പോൾ കണ്ടത് ദേവിയുടെ യുവാവസ്ഥത്തിൽ ചമഞ്ഞിരിക്കുന്ന മോഹിനിയെയാണ്. അവൻ കയ്യിലിരുന്ന മക്കൻഡോഷിന്റെ മദ്യക്കുപ്പി ടേബിൾ വെച്ച ശേഷം മുറിയിലാകമാനം നടന്നു. മോഹിനി നിറയെ മെഴുകുതിരിക്കുന്ന റോസാപ്പൂവിതളുകളാലും കൊണ്ട് ആ മുറി അലങ്കരിച്ചിരുന്നു. ഭൈരവൻ മോഹിനിയുടെ അടുത്ത് ചെന്ന് നിന്നു. മോഹിനി നാണത്താൽ കുനിഞ്ഞുപോയി. അവൻ അവളുടെ ചുടികൾ തന്റെ ചൂണ്ടുവിരലാൽ ഉയർത്തി. ശേഷം അവളുടെ കണ്ണുകളിൽ നോക്കി മോഹിനി പറഞ്ഞു, എനിക്കറിയാം ചേട്ടൻ എൻ്റെ മേൽ എത്ര ആഗ്രഹമുണ്ടെന്ന്. എത്ര കാലം എന്ന് വെച്ചിട്ടാ ചേട്ടൻ ഇങ്ങനെ കഴിയുന്നത്? ചേട്ടൻ്റെ ശരീരത്തിന്റെ ദാഹം അകറ്റാൻ എനിക്ക് കഴിയും. എന്നെ ഒരു ദാസി പെണ്ണായിട്ടെങ്കിലും കണ്ടുകൂടെ ചേട്ടന്? അവൾ അതും പറഞ്ഞ് അവനെ കട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കൈകൾ നീട്ടി. ഭൈരവൻ മുരണ്ടുകൊണ്ട് അവളോട് ചോദിച്ചു, ആരാ നിനക്ക് അവകാശം നൽകിയത്? എന്റെ ദേവിയുടെ വസ്ത്രങ്ങളാണ് ഞാൻ. ആരാ നിന്നോട് പറഞ്ഞ് ഞങ്ങൾ ശയിച്ച കട്ടിൽ കയറി കിടക്കാൻ? അവൻ അവളെ കട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ടു. മോഹിനി ആ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. അവൾ വീണ്ടും അവന്റെ മുഖത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഈ മുറിയിൽ എന്ത് സംഭവിച്ചാലും ആരും അറിയില്ല. പിന്നെ എന്തുകൊണ്ടാ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? അവൾ അവന്റെ ശരീരത്തിലൂടെ തന്റെ കൈ ഓടിച്ച് നടന്നു. ഇത് ഭൈരവന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൻ മുഖമടച്ചൊരടി മോഹിനിക്ക് നൽകി. അവൾ അടി കൊണ്ട് നിലത്തിരുന്നു പോയി. ഈ അടി നിനക്ക് ഞാൻ നേരത്തെ തരേണ്ടതായിരുന്നു. എന്റെ അനിയന്റെ ഭാര്യയെ ഒരിക്കൽ പോലും ഈ ഭൈരവൻ മറ്റൊരു തരത്തിൽ കണ്ടിട്ടില്ല. ഈ ഭൈരവന്റെ മനസ്സിനും ശരീരത്തിനും ഉടമ ഒരുവൾ മാത്രമാ, അതിന്റെ ദേവിയാ. നിനക്കറിയോ, അവൾ ജീവനോടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം അവൾ എന്റെ അരികിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ഭൈരവന്റെ വാക്കുകൾ കേട്ട മോഹിനി തറഞ്ഞു നിന്നു. ഭൈരവൻ തുടർന്നു, ഈ നിമിഷം ഇറങ്ങിക്കോണം അമ്മയും മോളും ഇവിടുന്ന്. ഇനി ഈ വീടുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. എന്റെ ദേവിയുടെ വസ്ത്രങ്ങൾ ഊരി ഇവിടെ വെച്ച ശേഷം നിനക്ക് ഇവിടുന്ന് പോവാം. അതും പറഞ്ഞ അവൻ വാതിൽ കൊട്ടിയടച്ചു. ദേവി മഴയെ കണ്ടു നിന്നു. അവൾക്ക് പ്രകൃതിയുടെയും പുരുഷന്റെയും ലയനം പോലെ തോന്നി. അവൾ ഗൗതമിന്റെ മുറിയിലേക്ക് പോയി. ഗൗതം ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം എല്ലാവരും ഇരിക്കുന്ന സോഫയുടെ അടുത്തിരുന്നുകൊണ്ട് ചോദിച്ചു, ഗൗതം, നമ്മൾ എവിടെ വെച്ചാ ആദ്യമായിട്ട് കണ്ടത്? ഗൗതം ഒന്നും ഞെട്ടിയെങ്കിലും അവൻ ഈ ഒരു ചോദ്യം കുറച്ചു കാലം മുന്നേ പ്രതീക്ഷിച്ചതായിരുന്നു. ആയതിനാൽ ഭാവവ്യത്യാസമില്ലാതെ അവൻ പറഞ്ഞു, നമ്മൾ കോളേജിൽ വെച്ച്. എന്തേ? ഗൗതമിന് എന്ത് കാര്യമാണ് എന്നിൽ കൂടുതൽ ഇഷ്ടമായത്? ഗൗതം മാഗസിൻ അടച്ചുകൊണ്ട് ചോദിച്ചു. എന്ത് വേദിക ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ദേവി തിടുക്കം കൂട്ടി. പറയൂന്നേ. ഗൗതം പറഞ്ഞു,
നിന്റെ ഈ സിംപ്ലിസിറ്റിയാ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മുഖം നിനക്ക്. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ വാക്കുകൾ അവിടെ മുറിച്ചുകൊണ്ട് എണീറ്റ് പോയി. ഗൗതം പുറത്തുപോയി സ്മോക്ക് ചെയ്യായിരുന്നു. ദേവി ഇതെല്ലാം ശ്രദ്ധിച്ചു. സാധാരണ ഗൗതം ഒരുപാട് സ്ട്രെസ് വരുമ്പോൾ മാത്രമാണ് സ്മോക്ക് ചെയ്യാറുള്ളത്. ഇപ്പൊ എന്തുപറ്റി? അവൾ ആശയക്കുഴപ്പത്തിലായി. വെളിയിൽ നിന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൗതമിന്റെ മനസ്സ് അസ്വസ്ഥമായി. അവന്റെ മനസ്സ് പറഞ്ഞു അവൾ അവന് നഷ്ടമാവാൻ പോകുന്നു എന്ന്. അവൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ലെന്ന് വരെ അവന് തോന്നിപ്പോയി. ദേവി തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് കണ്ണ് എന്തിലും ഉടക്കിയത്. അവൾ തിരിഞ്ഞു നോക്കി. ഗൗതം എപ്പോഴും കൂടെ കൊണ്ടുനടക്കാറുള്ള തന്റെ പോക്കറ്റിടൽ വാച്ചായിരുന്നത് മുഴുവനായും സ്വർണത്തിൽ പണിതത്. ദേവി അതുമായി തന്റെ മുറിയിലേക്ക് പോയി. ഇന്നുവരെ ഈ ഒരു വാച്ച് ഒന്ന് തൊട്ടു നോക്കാൻ കൂടി ഗൗതം സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ നടന്ന സംസാരത്തിൽ ഡിസ്റ്റർബായി ഇത് ശ്രദ്ധിക്കാതെ പോയതാവുമെന്ന് അവൾ കരുതി. അവൾ ആ വാച്ച് തുറന്ന് നോക്കി. പ്രത്യക്ഷത്തിലൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. എങ്കിലും അവൾ അതിന്റെ സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നോക്കി. അതിലൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. അതിൽ അവളുടെ രൂപസാദൃശ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോയായിരുന്നു. ദേവി അമ്പരന്ന് പോയി. വെളിയിൽ നിന്നിരുന്ന ഗൗതം തന്നെ ഗോൾഡൻ ഡയൽ വാച്ച് നഷ്ടമായി എന്ന് മനസ്സിലാക്കി താൻ ഇരുന്നത്തേക്ക് ഓടി വന്നു. അവൻ അവിടെ ആകാതെ പരതുകയായിരുന്നു. ഇതാണ് നോക്കുന്നത്? ദേവി മുകളിൽ നിന്ന് ഗൗതമിനോടായി വിളിച്ചു ചോദിച്ചു. ഗൗതമിന്റെ നെഞ്ചിരിപ്പ് കൂടിയിരുന്നു. ആ ഡയൽ വേദിക തങ്ങൾ പ്രണയത്തിലായിരുന്ന സമയത്ത് തനിക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നതായിരുന്നു. വേദികത എവിടുന്ന് കിട്ടി? അവൻ തന്റെ പരിഭ്രാന്തി മറച്ചുകൊണ്ട് ചോദിച്ചു. ദാ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അവൾ സോഫ ലക്ഷ്യമായി കൈ ചൂണ്ടി പറഞ്ഞു. വിറക്കുന്ന കൈകളോടെ അവൻ ആ ഡയൽ വാങ്ങി പോക്കറ്റിലിട്ട് തിരിഞ്ഞു കിടന്നു. ദേവി പറഞ്ഞു, നാളെ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകുമോ? അതിനെന്താ? ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ അതിലൊന്നും കണ്ടിട്ടില്ലെന്ന വിശ്വാസത്തോടെ അവൻ തന്നെ മുറി ലക്ഷ്യമാക്കി പോയിരുന്നു. ഭഗവാനെ ദേവി മനസ്സിറങ്ങി തൊഴുതു. അവൾ അമ്പലം പ്രദക്ഷിണം വെച്ച് വരുന്ന നോക്കി ഗൗതം ഇരുന്നു. അവൻ തകൃതിയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവനരികിലേക്ക് വന്നിരുന്നു. നാ പ്രസാദം എടുത്തോളൂ. കയ്യിലെ ഇലച്ചീന്ത് അവൾ അവനരികിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗതം പുഞ്ചിരി തൂകി അത് വാങ്ങി. ഇലച്ചീന്ത് തുറന്നും അതിൽ വേദികയുടെ ഫോട്ടോ കണ്ട് അവൻ നിശ്ചലനായി പോയൊരു നിമിഷം. ഇതാണ് ഗൗതം വേദിക? ദേവി ചോദിച്ചു. ഗൗതം എന്തു പറയണമെന്നറിയാത്ത തലകുനിച്ചെന്നു. ദേവി തുറന്നു. ഇത് വേദികയാണെങ്കിൽ പിന്നെ ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആരുമില്ലായിരുന്നു. എന്തിനു വേണ്ടി ഇത്രയും കാലം എനിക്ക് മറ്റൊരാളുടെ ഐഡന്റിറ്റി നൽകി? ഇനി ആ കാലഭൈരവം പറയുന്ന പോലെ ഞാൻ അയാളുടെ ഭാര്യയാണോ? അവൾ ഗൗതമിനെ പിടിച്ചുലുക്കിക്കൊണ്ട് ചോദിച്ചു. ഗൗതം പറഞ്ഞു തുടങ്ങി. എൻ്റെ ഭാര്യയാണ് ഈ ഫോട്ടോയിലുള്ളത്. അവൾ ഇനി ലോകത്തില്ല. അവളുടെ ഓർമ്മകളുമായിട്ട് കഴിയുമ്പോഴാ ഒരു ദിവസം ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചത് നീ എൻ്റെ വണ്ടിക്കുമ്പിൽ ചാടുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ അതാകാമായിരുന്നു. പക്ഷെ നീ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് നീറ്റപ്പോൾ ആദ്യം ചോദിച്ച് ഞാൻ നിന്റെ ഭർത്താവാണ് എന്നാണ്. ആ ഒരു ചോദ്യം ഞാൻ നിരസിച്ചില്ല. ഇന്ന് ഞാൻ നിന്നെ എൻ്റെ ജീവനായിട്ട് സ്നേഹിക്കുന്നുണ്ട് വേദിക. അതും പറഞ്ഞ് അവനോട് മേൽ കൈവച്ചിരുന്നു. ദേവി അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മാറിയുന്നു. ഗൗതം ഒരു പരിഹാസ്യരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഓർക്കുന്നുണ്ടോ വേദിക? ഞാൻ ഇന്ത്യയിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ നീ ഇഗ്നോർ ചെയ്ത്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നും നീ വേദികയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. ഗൗതം പറഞ്ഞു. അത് പറയുമ്പോൾ അവന്റെ സ്വരം ഇടറിയിരുന്നു. ദേവി അവൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അവൾ പറഞ്ഞു, ഇനി എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരുവന്റെ ഭാര്യയെ സ്വന്താക്കാൻ ശ്രമിക്കുന്നവൻ ഏറ്റവും വലിയ നീചനാണ്. വേദിക, നീ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നിൽ നിന്ന് അകലാൻ ഭാവിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല അയാൾ നിനക്ക് യോജിച്ചവനാണെന്ന്. കാരണം അവനോടൊപ്പമുള്ള നിന്റെ ജീവിതം നിനക്ക് സന്തോഷത്തെക്കാൾ ഉപരി ദുഃഖങ്ങൾ നൽകും. ഭൈരവനെ പോലെയുള്ള ഒരുവനല്ല നിനക്ക് ആവശ്യം. എന്നെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുവനെയാണ്. ഗൗതം എത്ര എന്നെ ഭൈരവ മോശമാണെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു അയാളൊരു ജെന്റിൽമാനാണെന്ന്. കാരണം എന്നെ ആദ്യമായിട്ട് കണ്ട ദിവസം തന്നെ അയാൾക്ക് എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചേനെ. പക്ഷെ അയാൾ അങ്ങനെ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്ഥാനത്ത് അയാളായിരുന്നെങ്കിൽ ഒരിക്കലും അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കില്ല. അതും പറഞ്ഞ് അവൾ കാർ ലക്ഷ്യമാക്കി പോയിരുന്നു. ഗൗതം അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൻ്റെ മനസ്സിൽ അത്രമേൽ മുറിവുകൾ ഉണ്ടാക്കിയ അവളുടെ വാക്കുകൾ. തിരിച്ച് വീട്ടിലേക്ക് പോകും വഴിയൊന്നും ദേവി ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. ഗൗതമിന് എന്തു പറഞ്ഞ് അവൾ തന്റെ മനസ്സിലെ ഇഷ്ടം പറയണമെന്നറിയില്ലായിരുന്നു. അവന്റെ ഹൃദയം ദുഃഖഭാരത്താൽ നീറി. വീട്ടിൽ തിരിച്ചെത്തിയ ദേവിക്കായി അവനൊരു ബോക്സ് നൽകി. അതിൽ ദേവി അപകട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും പിന്നെ ഒരു താലിയും മറ്റു കുറച്ച് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നിന്നെ എനിക്ക് കിട്ടുമ്പോൾ നീ ധരിച്ചിരുന്നവയാ, അവൻ പറഞ്ഞുകൊണ്ട് തന്റെ റൂമിലേക്ക് പോയി. ദേവി വിറയാർന്ന കൈകളോടെ അതിലെ ഓരോ വസ്തുക്കളും അത്ഭുതത്തോടെ നോക്കി നിന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് ഗൗതം വാതിൽ തുറന്ന്. എന്താ വേദിക? നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോവാം. ഗൗതം ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ഗൗതം ആ വാക്കുകൾ അവൾ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവന്റെ അതിരത്തിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ദേവി തന്നെ മുറിയിൽ കയറി വാതിലടച്ച് കരഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ഒരു വിധി നോക്കണേ. എനിക്ക് ആരെ സ്വീകരിക്കണം ആരെ ഉപേക്ഷിക്കണം എന്നറിയില്ലല്ലോ. ഭൈരവൻ എൻ്റെ ഭർത്താവാണെങ്കിൽ കൂടിയും അയാൾ എനിക്ക് അപരിചിതമാണ്. എന്നാൽ നിറഞ്ഞ മനസ്സോടെ എന്നെ സ്നേഹിക്കുന്ന ഗൗതം എൻ്റെ ഭർത്താവും അല്ല. അവൾ ഓരോന്നാലോചിച്ച് കട്ടിൽ കിടന്ന് മിഴിവാർത്തു. ദേവി ഭൈരവന്റെ ഫോണിലേക്ക് മടിച്ചിട്ടാണെങ്കിലും വിളിച്ചു. ഭൈരവൻ ഒറ്റ റിങ്ങിൽ തന്നെ കോൾ എടുത്തു. ദേവി, ഭൈരവന്റെ സ്വരം ദേവിയുടെ കാതിൽ മുഴങ്ങി. ഭൈരവൻ തുടർന്നു,
നിന്റെ ഈ ഒരു കോളിന് വേണ്ടി ഞാൻ എത്ര കാലം കാത്തിരുന്നു എനിക്കറിയോ. അത് പറയുമ്പോൾ ഭൈരവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദേവി നീണ്ടിരുന്ന മൗനത്തിന് ശേഷം കോള് കട്ട് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് വെച്ച് ഭൈരവന്റെ കാറ് ഗൗതമിന് മുന്നിൽ വട്ടം ചവിട്ടി നിന്നു. ദേവി എന്ന് പറയണമെന്നറിയാതെ മിഴിഞ്ഞു നിന്നു. ഭൈരവൻ അവൾക്കരികിലേക്ക് വന്ന് പറഞ്ഞു, പോവുകയാണോ? പോകുന്നത് കേട്ട് വന്നതാ, ഒന്ന് കാണാൻ. അവൻ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു, ആർക്ക് നിന്റെ ലൈഫിൽ നിന്ന് പോയാലും നീ ഓർക്കുക, നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. വിട്ടുകൊടുക്കുന്നതിനാണ് കൂടുതൽ ഭംഗി, അല്ലേ മിസ്റ്റർ ഗൗതം? ഗൗതമിന് നോയി ചോദിച്ചുകൊണ്ട് മുണ്ട് മടക്കി കുത്തി അവൻ തന്റെ SUV എടുത്ത് കറക്കിപ്പോയി. എയർപോർട്ടിൽ ദേവി ഇരുത്തി ഗൗതം ചെക്കിങ്ങിന്റെ കാര്യത്തിനായി പോയിരുന്നു. ദേവി ഭൈരവൻ വന്നതും തന്റെ അടുത്ത് പറഞ്ഞതുമായ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. വരിക, വാ, നമുക്ക് ഫ്ലൈറ്റുള്ള സമയമായി. ഗൗതം തിടുക്കം കൂട്ടി. ഞാൻ വരുന്നില്ല ഗൗതം, താങ്കൾ പോയിക്കോളൂ, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. ആൾ ഭൈരവൻ കിട്ടിയ താരി കാണിച്ചുകൊണ്ട് ഗൗതമിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് തീരാത്ത കടപ്പാടുകളുണ്ട്. എന്നെപ്പോലെ ഒരു അഭയാർത്ഥിയെ നല്ലപോലെ നോക്കിയതിന് ഈ ജന്മം നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കും. ദയവ് ചെയ്ത് എൻ്റെ പുറകെ വരരുത്. ആൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. തിരിഞ്ഞിറക്കുന്ന ദേവിയെ നോക്കി ഗൗതം പറഞ്ഞു, വിട്ടുകൊടുക്കുന്നതാണ് കൂടുതൽ ഭംഗി, അല്ലേ ദേവി? ആൾ അവനെ തിരിഞ്ഞു നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. തൻ്റെ പെട്ടിയുമായി അവൾ എയർപോർട്ടിന് പുറത്തിരുന്നു. ദേവിക്കറിയില്ലായിരുന്നു താൻ ഇനി എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. ഗൗതമിനോട് അങ്ങനെയെല്ലാം സംസാരിച്ചുവെങ്കിലും ഭൈരവന്റെ കൂടെ പോകുന്നതിനെ കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല. അവൾ പോലും അറിയാതെ കണ്ണുനീർക്ക് അവളിലൂടെ ഒലിച്ചിറങ്ങി. കരഞ്ഞീർന്നെങ്കിൽ നമുക്ക് പോയാലോ? പുറകെ നിന്നുള്ള കനത്ത ശബ്ദം കേട്ടാണ് ദേവി തിരിഞ്ഞു നോക്കിയത്. ദേവി, വാ, വണ്ടി കയറ്. സ്നേഹത്തോടെ അതിലേറെ വാത്സല്യത്തോടെ ഭൈരവൻ വിളിച്ചു. ദേവി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ എന്തിനാണ് വരുന്നത്? എൻ്റെ മനസ്സിലേക്ക് ഒരു മുഖമില്ലല്ലോ. നിങ്ങൾ ദേവി എന്ന് പറയുന്ന സ്ത്രീയുടെ ഓർമ്മയുടെ ഒരു ചെറുകണം പോലും എന്നിൽ അവശേഷിക്കുന്നില്ല. ഈ അവസരത്തിൽ ഞാൻ എങ്ങനെ കൂടെ വരും? എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അതും പറഞ്ഞ് അവൾ പെട്ടിയുമെടുത്ത് നടക്കവേ പെട്ടെന്ന് ദേവിയുടെ ശരീരം ഉറച്ചെന്തിലോ തട്ടിയെന്ന് പോലെ തോന്നിയവൾക്ക് ഒരു നിമിഷം അവൾ കണ്ണടച്ച് നിന്നുപോയി. ഭൈരവൻ അവൾ തന്നിലേക്ക് അടുപ്പിച്ചതായിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ ഓർമ്മകൾ നിന്നെ വിട്ടു പോയാലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള സ്വന്തമായ മുഹൂർത്തങ്ങളെല്ലാം തന്നെയും നിന്നെ ഓർപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ മറവി ബാധിച്ച മനസ്സ് ഇനിയൊരു പ്രശ്നമേ അല്ല ദേവി. ഈ കാലഭൈരവൻ എന്ന ഞാൻ ഒരാളുടെ മുമ്പിൽ മാത്രമേ അടിയറ വച്ചിട്ടുള്ളൂ. എൻ്റെ മനസ്സ് അത് നിന്റെ അടുത്ത് മാത്രമാണ്. നമുക്കെല്ലാം ആദ്യം മുതൽ തുടങ്ങാടി പെണ്ണേ. അതും പറഞ്ഞ അവൻ മീശി വിരിച്ച്. ദേവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി അവൾ ഭൈരവനെ ഇറുകെ പുണർന്നു. ദേവിയുടെ ഇന്നലകളിലെ ശൂന്യത ഭൈരവന്റെ ആത്മാർത്ഥമായ സ്നേഹത്തിന് മുന്നിൽ അലിഞ്ഞു തീരട്ടെ.